ചത്താലും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറയുന്നത് പോലെയാണ് സർക്കാരുകൾക്ക് ശബരിമല. അതിന് കാരണം ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന നടവരവാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളതുമായ ക്ഷേത്രമാണ് ശബരിമല. ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് ശബരിമലയിൽ എത്തുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ഏതാണ്ട് 440 കോടി രൂപയാണ് ശബരിമലയിലെ വരുമാനം. ഇത് നേരിട്ട് ഭക്തർ സമർപ്പിക്കുന്ന തുകയാണ്. എന്നാൽ സർക്കാരിന് GST, KSRTC, മറ്റ് കച്ചവടം അങ്ങനെ പല വഴിക്കായി ഏതാണ്ട് 1000 കോടിക്ക് മുകളിൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് ലഭിക്കുന്ന മുൻഗണന രാജ്യത്തെ മറ്റൊരു ക്ഷേത്രത്തിനും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. അതിന് കാരണം ശബരിമലയുടെ പ്രതിഷ്ഠയായ അയ്യപ്പനാണ്. ജാതിമത വർഗ ദേശഭേദമന്യേ മനുഷ്യനായി പിറന്ന ഏതൊരാൾക്കും ദർശനം നൽകുന്ന ദൈവമാണ് അയ്യപ്പൻ. അതുകൊണ്ട് തന്നെ അതികഠിനമായ കാനനമലകൾ താണ്ടി അയ്യനെ കാണാനെത്തുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ സ്നേഹമാണ് പണമായി ശബരിമലയിൽ എത്തുന്നത്. മുൻപ് കാട് പിടിച്ചു കിടന്നിരുന്ന ഒരു കാനനക്ഷേത്രം മാത്രമായിരുന്ന ശബരിമല ലോക പ്രശസ്തമായതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ശബരിമലയിലെ ഓരോ മൊട്ടുസൂചിക്ക് പോലും ഭക്തരുടെ വിയർപ്പിന്റെ മണമുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എന്ത് നടന്നാലും അത് നിയമവും സർക്കാരും തമ്മിലല്ല, മറിച്ച് അത് അയ്യപ്പനും തന്റെ ഭക്തജനങ്ങളും തമ്മിലുള്ള കണക്കാണ്. ദേവസ്വം ബോർഡും സർക്കാരും കോടതിയുമെല്ലാം വെറും ഇടനിലക്കാർ. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഒരു വേദനയായി ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുള്ളത്. അത്തരത്തിൽ മുറിവേറ്റ ജനങ്ങളുടെ മനസ്സിലാണ് ഇപ്പോൾ സർക്കാരും സിസ്റ്റവും വീണ്ടും മുളക് പുരട്ടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ തൂക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സംശയം ഉന്നയിച്ചത്. ഏതാണ്ട് 4 കിലോ സ്വർണത്തിന്റെ തൂക്ക വ്യത്യാസമാണ് ശബരിമലയിൽ ഹൈക്കോടതി കണ്ടെത്തിയത്. ഇതിൽ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് ഹൈക്കോടതി രംഗത്ത് വന്നത്. സ്വർണ്ണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം 4.5 കിലോഗ്രാം കുറഞ്ഞത് മനഃപൂർവ്വം നടത്തിയ തിരിമറിയാകാമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2019 സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിലും കോടതി ദുരൂഹത ഉന്നയിച്ചു. സ്വർണ്ണപ്പാളിയുടെ സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ പോയിട്ടില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതേസമയം സ്വർണ്ണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കുറഞ്ഞതിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വിജിലൻസ് ഓഫീസർ 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ഉത്തരവ്. അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾക്കായി താങ്ങുപീഠം നിർമ്മിച്ചു നൽകിയിരുന്നെന്നും അതെവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ആ താങ്ങുപീഠങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പ്രതികരണം. 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളി വെക്കാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് 42 കിലോഗ്രാം 8 ഗ്രാം ആയിരുന്ന ലോഹത്തിന്റെ ഭാരം 1.25 മാസത്തിനു ശേഷം ഭാരം 38 കിലോഗ്രാം 258 ഗ്രാമായി. 4 കിലോ 451 ഗ്രാം ഭാരം കുറഞ്ഞു. 2019 മുൻപും സ്വർണ്ണാഭരണമുള്ള പാളിയാണ് അതെന്നും രേഖകൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതിയുടെ നിരീക്ഷണം. ലോഹത്തിന്റെ ഭാരം എങ്ങനെയാണ് കുറഞ്ഞതെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. ലോഹത്തിന്റെ ഭാരം നഷ്ടം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ വിശദമായി പരിശോധിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. അന്വേഷണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സഹകരിക്കണം. സത്യം വെളിച്ചം കാണട്ടെയെന്നും ഹൈക്കോടതി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പരാതിയില്ലെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരുന്നു. താങ്ങുപീഠത്തിൽ ഈയത്തിന്റെ അംശം ഉള്ളതുകൊണ്ടാകാം സ്വർണം നഷ്ടപ്പെട്ടതെന്നും ദ്വാരപാലക ശില്പങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം എവിടെയെന്ന് അറിയില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. അതായത് ശബരിമലയിലെ സ്വർണ്ണപീഠങ്ങളുടെ കണക്കിൽ വ്യക്തമായ ഒരു ധാരണ വേണമെന്ന്. നിലവിലെ സ്വർണത്തിന്റെ വില അനുസരിച്ച് ഇപ്പോൾ വിവാദത്തിലായ സ്വർണത്തിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ട്. എന്നാൽ ഇവിടെ
പണത്തിന്റെ മൂല്യത്തെക്കാളേറെ ഭക്തരുടെ വികാരത്തിനാണ് മുൻഗണന. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തിനും സർക്കാരിനും ദേവസ്വം ബോർഡിനും ഏത് നിമിഷവും ഉത്തരവാദിത്തമുണ്ടായിരിക്കും. അത് സ്വർണത്തിന്റെ കാര്യത്തിലായാലും ശബരിമലയിൽ വാങ്ങുന്ന ഒരു പാക്കറ്റ് കർപ്പൂരത്തിന്റെ കാര്യത്തിലായാലും ആ കണക്ക് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ വേദനിക്കുക ഭക്തർക്കാണ്. അക്കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത് ഒരിക്കൽ ശബരിമലയിൽ കൈപ്പൊള്ളിയ സർക്കാരുമായിരിക്കണം.